ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. യൂത്ത് ഗൈഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. വിവാഹ ജീവിതം ചിലരെ സംബന്ധിച്ചിടത്തോളം പെട്ടുപോയ അവസ്ഥയിലാണ്. സമൂഹം എന്തു പറയുമെന്ന് കരുതി ജീവിച്ചു തീർക്കുന്നവർ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളുമായി പ്രശസ്ത ഫാമിലി കൗൺസിലറായ ശ്രീമതി ഗ്രേസ് ലാൽ നമ്മോടൊപ്പം ഉണ്ട്. മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം സ്വാഗതം. യൂത്തിൻ്റെ പ്രതിനിധിയായി താമരശ്ശേരി രൂപതയുടെ KCYM സെക്രട്ടറിയായ മിസ്റ്റർ കരോൾ നമ്മോടൊപ്പം ഉണ്ട്. കരോൾ സ്വാഗതം. നമുക്ക് കത്തിലേക്ക് കടക്കാം. വിവാഹിതരുടെ കത്തുകളാണ് കൂടുതലും. എൻ്റെ പേര് സജിത, MSc വരെ പഠിച്ചിട്ടുണ്ട്. ഭർത്താവ് എഞ്ചിനീയറാണ്, കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്നു. ഞാനൊരു പുരാതനമായ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അപ്പൻ ബിസിനസ്സുകാരനാണ്. അമ്മായിയമ്മയാണ് എൻ്റെ പ്രശ്നം. ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണ്. കല്യാണം കഴിച്ച് ചെന്നപ്പോൾ ഞാൻ കേട്ടത് അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്നാണ്. തലേവര എന്നാണ് അവർ പറയുന്നത്. അമ്മ വളരെ സുന്ദരിയും മിടുക്കിയുമാണ്. എനിക്ക് അവരുടെ ഒപ്പം എത്താൻ കഴിവില്ല. ഞാൻ കറി വെച്ചാൽ ആരും കൂട്ടാറില്ല. എപ്പോഴും എൻ്റെ കുറ്റം ഭർത്താവിനോട് പറയും. ഇടയ്ക്കിടയ്ക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പറയും എല്ലാം പഠിച്ചിട്ട് വരാൻ. എനിക്ക് അദ്ദേഹത്തോടൊന്നിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു തടസ്സമാണ്. ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ കുടുംബങ്ങളിൽ പല പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു സാധാരണ പ്രശ്നമാണിത്. കാരണം അവൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അമ്മയാണ് എൻ്റെ പ്രശ്നം. അപ്പൊ ആദ്യമേ തന്നെ അമ്മ ഒരു പ്രശ്നമാണെന്ന് ഇവൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലിട്ട് കഴിഞ്ഞു. കാരണം അമ്മ സുന്ദരിയും ഇടുക്കിയുമാണ്. അപ്പൊ ഇവളിൽ അവിടെ തന്നെ ഒരു കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എനിക്ക് അത്രയും സൗന്ദര്യം ഇല്ലെന്നോ, എനിക്ക് അമ്മയോടൊപ്പം ഓടി എത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മ ഓടുന്ന ആളാണ്. ഓടി എത്താൻ പറ്റുന്നുള്ള കഴിവില്ലാത്തത് കൊണ്ട് എനിക്കെന്തോ കുറവുണ്ട് എന്ന് അവളുടെ മനസ്സ് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് വെക്കുന്നു. അതുകൊണ്ട് അവിടെ ഉള്ള കഴിവും കൂടെ ഇല്ലാതായി പോകും. എല്ലാ സ്ത്രീകൾക്കും ഒരേ കഴിവല്ല. ചിലർ വീട് ഹോം മാനേജ്മെന്റിൽ ഭയങ്കര മിടുക്കരായിരിക്കും. അത് പഴയ തലമുറയിലെ അമ്മമാരൊക്കെ അങ്ങനെ ശീലിക്കുന്നവരാ, അല്ലെ ശീലിപ്പിക്കുന്നവരാ. മാതാപിതാക്കള് നമ്മുടെ ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് വല്യപ്പൻ, വല്യമ്മ, ചിറ്റപ്പന്മാര്, ആന്റിമാര്, തലമുറകളുടെ പരിശീലനം കിട്ടി വളർന്ന എന്റെയൊക്കെ ആ ഏജിലുള്ളവരെല്ലാവരും തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുടുംബം മാനേജ് ചെയ്യാൻ അവർക്ക് അത്ര ബുദ്ധിമുട്ടില്ല. അവരത് ചെയ്ത് ശീലിച്ചവര്. പുതിയ തലമുറയിൽ വരുമ്പോഴത്തേക്ക് അവരെ പഠിക്കാൻ വേണ്ടിയാണ് അവരുടെ ടൈം കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അമ്മമാര് വിചാരിക്കുന്നത് മോള് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങി അവള് സ്വന്തം ഞാനോ അടുക്കള കിടക്കുക, അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് കരുതി പെൺകുട്ടികളെ അടുക്കള കയറ്റത്തില്ല, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കത്തില്ല, ഈവൻ തുണി പോലും കഴിയിക്കത്തില്ല. അവരുടെ അത്യാവശ്യമുള്ള തുണികൾ പോലും അമ്മ കഴുകി കൊടുക്കും. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ഈ ഒരു +1 +2 പഠിക്കുന്ന കുട്ടികൾ രാവിലെ യൂണിഫോം ഇട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ അമ്മ പാത്രത്തിനകത്ത് കുഴച്ച് ഉരുട്ടിക്കൊണ്ട് ചെല്ലുക. കാരണം അത്ര സ്ട്രെയിൻ പോലും പിള്ളേർക്ക് കൊടുക്കുന്നില്ല. ഇത് കഴിച്ചിട്ട് പോകാൻ പോലും അമ്മ ഉരുട്ടി വായി വെച്ച് കൊടുക്കുക. അപ്പൊ ഈ കുട്ടി വേറൊരു കുടുംബത്തിൽ ചെല്ലുമ്പം എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ച് അമ്മ ചിന്തിച്ചിട്ടേ ഇല്ല. അതിന്റെ ഒരു പരിണത ഫലമാണ് ഇന്ന് ഈ കുട്ടി അനുഭവിക്കുന്ന സങ്കടങ്ങൾ. അവളോട് ഞാൻ പറയുന്ന അമ്മ ഒരു പ്രശ്നമാണെന്ന് കണക്കാക്കാതിരിക്കുക. പിന്നെ അമ്മമാര്, എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള അമ്മമാര് ഒത്തിരി മണ്ടത്തരങ്ങൾ വിളിച്ചു പറയും കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടികളോട്. ഞങ്ങൾ ഒത്തിരി പെണ്ണ് കാണാൻ പോയതാ, ഇതിനേക്കാളും ഇഷ്ടപ്പെട്ട വേറൊരു പെണ്ണുണ്ടായിരുന്നു, ഇതിനേക്കാളും പൈസ എൻ്റെ മോനെ എത്ര കോടികൾ വാഗ്ദാനം ചെയ്ത് നടന്നവരുണ്ടായിരുന്നു അറിയാവോ, അവള് സുന്ദരിയായിരുന്നു, അവര് വലിയ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു, പിന്നെ ചില ചെറിയ കാരണങ്ങൾ കൊണ്ട് അതങ്ങ് മാറിപ്പോയി, പിന്നെ തലവരയല്ലേ ഇതെല്ലാം, നിന്നെ കിട്ടിയത് ഒരു തലവര. ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഈ കുട്ടിയോട്, ഈ വന്നു കയറുന്ന കുട്ടിയോട് ദൈവത്തെ ഓർത്ത് ഇവർ പെണ്ണ് കാണാൻ പോയ കഥയോ വേറെ കല്യാണങ്ങൾ മാറിപ്പോയ കഥയോ ഈ അമ്മമാരാ പറയുന്ന ആണുങ്ങളെക്കാൾ കൂടുതൽ. തീർച്ചയായിട്ടും ഈ കുട്ടി വന്നു കയറിയ ഉടനെ ഈ കുട്ടിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായത് അതാണ്. വേറെ കുറെ കല്യാണാലോചനയുടെ ചിത്രങ്ങളെല്ലാം അമ്മ അങ്ങ് കൊടുത്തു. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു, പിന്നെ അങ്ങ് നടത്തി. അപ്പൊ
അപ്പം അത് ഈ കുട്ടിയോട് ഈ അമ്മ പറയേണ്ട കാര്യമല്ല. അമ്മമാർ ശ്രദ്ധിക്കുക, അവരുടെ നാക്ക് അതെ വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു സാധനമാണ്. വന്നു കയറുന്ന കുട്ടിയെ സ്വന്തം മക്കളുമായിട്ട് കമ്പയർ ചെയ്യും. ചിലപ്പം എൻ്റെ മകള് നല്ല മിടുക്കിയാണ്, എൻ്റെ മകള് നല്ല പെർഫെക്റ്റ് ആണ്, അവളെല്ലാം ചെയ്യും, നിന്നെക്കാളും വിദ്യാഭ്യാസമുണ്ട്, പിന്നെ നിനക്കെന്നാ ചെയ്താല്. അപ്പം അത് കമ്പാരിസൺ വരുമ്പം എങ്ങനെ ഈ കുടുംബത്തിലെ രീതികളുമായിട്ട് വേറൊരു കുട്ടി എങ്ങനെ വളർത്തപ്പെട്ട് വരും? ഇവിടെ വന്നല്ലേ ഈ രീതി പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ മൂന്നാമത്തെ അവള് പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ആരും കഴിക്കുന്നില്ല. അത് ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു കുടുംബത്തിൽ ആഹാരം ഉണ്ടാക്കിയാലും നമ്മൾ ഉണ്ടാക്കുന്ന കഴിക്കത്തില്ല, അമ്മ ഉണ്ടാക്കുന്ന കഴിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വേദന എന്തുമാത്രാ. ഏതെങ്കിലും അമ്മമാർ ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവര് ദൈവത്തെ ഓർത്ത്, തമ്പുരാനെ ഓർത്ത് ഇവര് മനസ്സിലാക്കണം. ഒരു വലിയ മുറിവ് ആ കൊച്ചിനുണ്ടാക്കി കൊടുക്കുക. ആ കൊച്ചുണ്ടാക്കുന്ന ആഹാരത്തിന് ഉപ്പ് കുറവായിരിക്കും, ചിലപ്പോൾ എരിവ് കൂടുതലായിരിക്കും. പക്ഷെ അവള് ഇപ്രാവശ്യം ഇച്ചിരൂടെ നന്നായിട്ടുണ്ട് മോളെ, ഇത് കുറെ കൂടെ നന്നാക്കാൻ പറ്റും. അല്ലെ അമ്മയ്ക്ക് അടുത്ത് നിന്ന് ചെയ്യിക്കാം. ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അമ്മയൊന്ന് രുചിച്ച് നോക്കിയിട്ട് എന്താ പോരായ്മയെന്ന് അതൊന്ന് ചേർത്തൊന്നുകൂടെ ഒന്ന് ശരിയാക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ഇത് ചില അമ്മമാരുടെ പണി എന്നാ പറയുക, ഇതിന്റെ ട്രിക്കുകളൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല. ഈ അമ്മമാരുടെ ഒത്തിരി കുശുമ്പും കുഞ്ഞായ്മയുണ്ട് കേട്ടോ. ഈ അമ്മായിമ്മ ആയി കഴിയുമ്പോ എന്നൊക്കെ പാര പണിയാവോ മരുമക്കൂട്ട്, അത് പണിയാനുള്ള പണിയാ. അവരുണ്ടാക്കുന്നതിന് ചില ടെക്നിക്സ് കാണും ടേസ്റ്റ് വരാനായിട്ട്, അതൊന്നും പറഞ്ഞു കൊടുക്കില്ല. എന്നിട്ട് നീ അങ്ങ് ഉണ്ടാക്കിക്കോളാൻ പറയും. പാവം കൊച്ചുങ്ങൾ അവര് നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ ഇത് വായി വെക്കാൻ കൊള്ളുകയില്ല, അതാരും കഴിക്കണ്ട കേട്ടോ, ഞാൻ വേറെ തരാം. കഴിഞ്ഞില്ലേ? ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ താഴെ പോയി. ഇപ്പൊ ഈ കുട്ടിക്ക് പറ്റിയത് അതാണ്. അവളുടെ കോൺഫിഡൻസ് ലെവൽ താഴെ പോയി. അപ്പൊ ഈ അമ്മ എന്ന് പറയുന്നതിന് ഒരു ശത്രുവായിട്ട് കാണാനായിട്ട് അവള് ശ്രമിക്കുകയാണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഭർത്താവിന് ചെയ്യാം. ഭർത്താവിന് അമ്മയോടൊന്നുകിൽ അവളെ കേൾക്കാതെ ഒന്ന് ഉപദേശിക്കാം. അമ്മ അവള് ചെറിയ ആളല്ലേ, ഭർത്താവ് കൂടെ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഭർത്താവ് കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്നു. ആയിക്കോട്ടെ, ഭർത്താവ് എവിടെയെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ എത്ര അകലങ്ങളിലാണെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ എത്ര അകലങ്ങളിലാണെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും. അവൻ പോകുന്നതിന് മുമ്പ് അല്ലെ എപ്പോഴെങ്കിലും വരുമ്പോ അമ്മയുടെ അടുത്ത് പതുക്കെ പറയാം, അമ്മ അവളൊരു പാവം പെണ്ണാണ്, അവൾക്കൊരു ധൈര്യക്കുറവുണ്ട്, അമ്മ ഒരു കാര്യം ചെയ്യണം, ഞാനില്ലാത്ത സമയത്ത് അവളെ ഒന്ന് അമ്മയുടെ കൂടെ കിടത്തി അമ്മയുടെ കൂടെ ഇരുത്തി അമ്മ അവളെ കൊണ്ടെല്ലാം ഒന്ന് ചെയ്യിച്ച് പഠിപ്പിക്കണം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അമ്മയ്ക്ക് അല്ല മകൻ അമ്മയുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ അമ്മ കുറ്റം പറയുമ്പോ അമ്മ എന്നോട് കുറ്റം പറയണ്ട, അത് പറയാലോ. ഈ അമ്മ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകുന്ന തത്സമയ സംപ്രേഷണ അങ്ങോട്ട്. അപ്പൊ അവൻ അത് വെച്ചിട്ടായിരിക്കും ഭാര്യ പിന്നെ കാണുന്നത്. അമ്മമാരോട് ഞാൻ പറയാണ്, ഒരിക്കലും ആൺമക്കളോട് അവന്മാരുടെ ഭാര്യമാരുടെ കുറ്റം പറയാതിരിക്കുക. നല്ലത് എന്തെങ്കിലും ഉണ്ട്, ഏടാ അവള് നല്ല വെച്ച കേട്ടോ, അവളിങ്ങനെ നല്ല അത് പറ. അന്നേരം ഭർത്താവിന് അവളോടുള്ള ഒരു ബഹുമാനം കൂടും, ഇഷ്ടം കൂടും. കുറ്റം പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇവിടെ ഈ അമ്മ ഒരു പ്രോബ്ലം സ്ത്രീയാണ്, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഹൈപ്പർ ആക്റ്റീവ് പിള്ളേരുടെ കാര്യം പറഞ്ഞാൽ ജില്ലി ജില്ല നിൽക്കുന്ന പാർട്ടിയായിരിക്കും. ജോലിയിലും അവര് വർക്കഹോളിക്കായിരിക്കും. അവരെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഈ പെങ്കൊച്ചിന് ഓടാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൊച്ചു ഓടണ്ട, അവൾ ഓടേണ്ട കാര്യമൊന്നുമില്ല. ഈച്ച് പേഴ്സൺ ഈസ് യൂണീക്ക്. ഓരോരുത്തർക്കും അവനവൻ്റെതായ കഴിവുകളും അവനവൻ്റെതായ ഗിഫ്റ്റുകളും ഉണ്ട്. അപ്പൊ ഭർത്താവ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ആ ഒരു പയ്യനോട് ഞാൻ പറയുന്നത്, വല്ലപ്പോഴും ഒരു ബ്രേക്ക് എടുത്ത് അവിടെ വീട്ടിൽ കൊണ്ടാക്കാതെ അവൻ്റെ കൂടെ കൊണ്ടുപോയി നിർത്താൻ നോക്കുക. സ്ഥിരം നിൽക്കാനുള്ള സാഹചര്യങ്ങളോ സാമ്പത്തികമോ അവർക്കില്ലെങ്കിൽ അത്രയും വേണ്ട. ഒരാഴ്ചത്തേക്കൊക്കെ ഒരു റൂമിൽ അവനെ കൊണ്ടുപോയി അവളെ താമസിപ്പിക്കുക. അവൾക്കൊരു റിലാക്സേഷൻ ആവും, അപ്പോൾ അവൾക്കൊരു ആശ്വാസമാവും. ഇത് വീട്ടിൽ കൊണ്ട് പഠിക്കാൻ നിർത്തുക. അപ്പോൾ എന്ത് പഠിപ്പിച്ചാ വിടുന്ന ആ വീട്ടിലെ രീതിയല്ലേ പിന്നെ അത് പഠിച്ചോണ്ട് വരുത്തുള്ളൂ. അതല്ല വേറെ പുതിയതൊന്നും അവൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. അവൾ ഈ 10-22 വർഷം നിന്ന് വീട്ടിലെ കാര്യങ്ങളാണ് പിന്നെ അവള് പഠിച്ചോണ്ട് വരേണ്ടത്. അപ്പൊ അതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കുന്ന പോലാണ്, അല്ലേ? ശരിയല്ലേ? അത് കൊടുക്കാതിരിക്കുക. അവർക്ക് ആ പണിഷ്മെന്റ് വേണ്ട. ആ സമയം മതി അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ അമ്മമാര് മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ സമയമാകുമ്പോ അവര് ചെയ്യും. അവരുടെ പിള്ളേരെ സ്കൂളിൽ വിടേണ്ടതിന് അവര് നേരത്തെ എഴുന്നേക്കും. അതൊക്കെ അവര് ചെയ്തോളും. അമ്മ അത്ര ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അമ്മായിയമ്മ മരുമകൾ ബന്ധം നല്ലതാണെങ്കിൽ ആൺകുട്ടികൾക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അവർക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനും പറ്റും. ഈ ആമ്പിള്ളേര് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അമ്മ വീട്ടില് കൊടുക്കുന്ന സപ്പോർട്ടുണ്ട്, ആ സപ്പോർട്ട് കൊടുക്കാനായിട്ട് തയ്യാറാവുക. എന്താണ് കരോളിന് പറയാനുള്ളത്?
ഞാനും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഇന്നത്തെ പെൺകുട്ടികളെക്കാൾ നന്നായിട്ട് ഒരുപക്ഷെ ആൺകുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യുകയും വീട്ടിലെ കാര്യങ്ങൾ മനോഹരമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്ന പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം മിക്ക കുട്ടികളും പുറത്താണ് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നു. പക്ഷെ പെൺകുട്ടികളെ ഒരുപക്ഷെ അവർ ഹോസ്റ്റലിലാണ്, അവർക്ക് ഭക്ഷണം പാകം ചെയ്യേണ്ട സ്ഥിതി വരുന്നില്ല, അപ്പോൾ അവർ പഠിക്കുന്നത്. പക്ഷേ വീടുകളിലാണെങ്കിൽ അവരെ കൂടുതൽ കെയർ ചെയ്യുന്നു. അവരെ ഒന്നും അടുക്കളയിൽ പണികളൊന്നും ചെയ്യാതെ, തുണി അലക്കിക്കാതെ, മേഡം പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ചെന്ന് കയറേണ്ട വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പെൺകുട്ടിയുടെ അമ്മയ്ക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അത് സംഭവിക്കുന്നില്ലാത്തിടത്താണ് ഇപ്പോൾ നല്ല വർക്കോളിക്കായിട്ടുള്ള നല്ല എന്താ പറയുക, നല്ല മിരുമിരുക്കി നിൽക്കുന്ന അമ്മമാരുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഭർത്താക്കന്മാരത് തിരിച്ചറിയുകയും ഭാര്യനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇച്ചിരി ഇപ്പോഴാണ് ഈ നെറ്റിലൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്, നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അമ്മമാരെ കൈക്കലാക്കുവാനുള്ള വഴികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ട്രിക്ക് എടുത്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയാൻ വേണമെങ്കിൽ അത് നന്നായി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത്, എന്തായാലും വീട്ടിൽ നിന്ന് പഠിച്ചില്ല, അപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ അത് പഠിക്കണമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അമ്മായിമ്മയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു നെഗറ്റീവായി കാണുന്ന സംഭവം എന്നാ പറയാ, ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള വന്നു കയറിയപ്പോഴേ അമ്മ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പെണ്ണിനെ അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പൊ അവളുടെ മനസ്സിൽ ഈ അമ്മയെന്ന് പറയുന്ന സ്ത്രീയെ വെറുക്കാനുള്ള ഒരു അടിസ്ഥാന കാരണം അവിടെ ഉണ്ടായി. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, അമ്മ എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ ഇവള് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു കണ്ടെത്തലുകൾ അമ്മ ഭർത്താവ് ഇല്ലാത്തതാണ് ഒരുപക്ഷെ ഏറ്റവും ഇതിനെതിരെ സ്വാധീനിച്ചിട്ടുണ്ടാകുക. ഭർത്താവുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഭർത്താവിനോട് പറഞ്ഞ് ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ ഇത് ആരോടും പറയാനുമില്ല. പക്ഷേ ഫോണിൽ പറയുന്നത് മതിയാണ്. എന്തെങ്കിലും ആളടുത്തുണ്ടെങ്കിൽ പറയുന്ന അത്രയും ഫോണിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയോ സംസാരിച്ച് മിടുക്കിയായ അമ്മയാണ്. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. അമ്മമാര് നല്ല മിടുക്കിയാണ്. അവര് നല്ല മിടുക്കി ആയതുകൊണ്ട് നമ്മുടെ കുടുംബം നിലനിൽക്കണമെങ്കിൽ മോളെ കൂടെ ആ മിടുക്ക് ഉള്ള പെണ്ണാക്കി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയില്ല. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പണ്ട് ഞാനും ഒക്കെ പഠിക്കുമ്പോഴും സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ എല്ലാം ചെയ്തിട്ടൊന്നും അല്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അമ്മമാര് ചെയ്തു തരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഡയറിയിൽ എല്ലാം എഴുതി തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണം. ഇതിന് മനസ്സുണ്ടായാൽ മതി. ഈ കുട്ടിയെ സംബന്ധിച്ച് ആ മനസ്സ് ഡിമ്മായി, അവളത് മാറ്റിയെടുക്കണം. അത് അവളൊന്ന് ട്രൈ ചെയ്യണം. ചിലപ്പോൾ വേറെ ചില കാര്യങ്ങൾ അവൾ മിടിക്കായിരിക്കും. ചിലപ്പോൾ വല്ലതും തയ്ക്കാൻ മിടിക്കായിരിക്കും, പെയിൻറ് ചെയ്യാൻ മിടിക്കായിരിക്കും. അപ്പോൾ ആ വീട്ടിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഡെയിലി ഈ കഞ്ഞിയും കറിയും സാമ്പാറും അവിയലും ഉണ്ടാക്കാതെ ചിലപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നല്ല പുഡിങ് ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് ചില വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ, അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നല്ലൊരു കേക്കൊക്കെ ഉണ്ടാക്കി അമ്മേനെ ഒന്ന് പ്ലീസ് ചെയ്തെടുക്കാൻ പറ്റും. അമ്മയുടെ പുറകെ നടന്ന് അമ്മ വഴക്ക് പറയുമ്പോൾ പിണങ്ങി പോകാതെ, സോറി അമ്മ, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ലേ, ഞാൻ ശ്രമിക്കാം അമ്മ, അമ്മേനെ ഒന്ന് കയ്യിലെടുക്കാനായിട്ട് ശ്രമിക്കണം. അത് പിന്നെ അമ്മ ഉണ്ടാക്കുന്നൊക്കെ ഒന്ന് പൊക്കി പറയുക, അയ്യോ എത്ര രസം, എത്ര നന്നായിട്ടല്ലേ. അതൊരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ, ഏറ്റവും പ്രയാസമുള്ള കാര്യമല്ല. കാരണം അമ്മ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നെ രുചി അമ്മ ഇതിന് ഈ ചെമ്മീനും നല്ല മരുമക്കൾ, ഇത് നാക്കൊക്കെ എടുക്കുന്ന മരുമക്കളും ഉണ്ട് കേട്ടോ. കാരണം അവര് പറയും, അയ്യോ അമ്മ ഉണ്ടാക്കിയ എന്ത് ടേസ്റ്റ്, അമ്മ തന്നെ അതങ്ങ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും. അതൊരു എന്റെ അമ്മയ്ക്ക് ഒന്നും അറിയാൻ മേല, ഞാൻ ഇവിടെ വന്നിട്ടാ നല്ല ആഹാരം കഴിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞേക്കാമെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര അമ്മ എല്ലാ വിഭവസമൃദ്ധമായിട്ട് പരീക്ഷിച്ചുകൊണ്ടേ കയ്യിലെടുക്കാൻ പഠിച്ചാൽ മതി. കയ്യിലെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഇതിനെ വളരെ അമ്മമാർക്ക് ഒരു സ്വന്തം മകളായിട്ട് കാണാൻ, സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും മക്കൾ ഒരു പ്രശ്നമാകില്ല. മരുമക്കള് എനിക്കൊക്കെ മരുമക്കളുള്ള എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടേ ഇല്ല ഒരിക്കലും. മക്കളെക്കാൾ കൂടുതൽ അവരെ സ്നേഹിക്കാൻ പറ്റും. ആ വിശ്വാസക്കാരിയാണ് ഞാൻ. അത് പറ്റും, നമുക്ക് ശ്രമിക്കണം. അത് ഞാൻ 56 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ്. 2 മക്കൾ, 2 വിവാഹിതർ, 2 കൊച്ചുമക്കൾ, നല്ല വീട്, സാമ്പത്തിക സ്ഥിതിയും ഇപ്പോൾ ഭദ്രം. എന്നാൽ ഞാൻ കല്യാണം കഴിച്ചു വന്ന നാളിൽ നന്നായിട്ട് ആഹാരം കഴിക്കാനുള്ള വക പോലും ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഞാനൊരു ജോലിക്കിറങ്ങി. നല്ല ജോലിക്ക് വേണ്ടി ഇതിനിടയിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ എടുത്തു. ഒരു ജോലിക്കും എൻ്റെ ഭർത്താവ് പോകാൻ തയ്യാറല്ല. എൻ്റെ ജോലി കൊണ്ടാണ് വീട് വെച്ചതും മറ്റും. ഇന്ന് ഞാനൊരു രോഗിയാണ്. എല്ലാത്തിനും ഞാൻ തന്നെ പണം കണ്ടെത്തണം. മക്കളും കുഴിമടിയന്മാരാണ്. ഇപ്പോൾ എൻ്റെ ആരോഗ്യമെല്ലാം പോയപ്പോൾ ഭർത്താവിനും മക്കൾക്കും ഞാൻ ചെയ്യുന്നതെല്ലാം കുറ്റം. മരിക്കണമെന്ന് വരെയുണ്ട്. മനസമാധാനത്തിന് ഒരു വഴി പറഞ്ഞു തരുമോ? അതൊരു കുടുംബത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു അമ്മയുടെ കഥ. അതെ. ഒത്തിരി അമ്മമാരുണ്ട് അങ്ങനെ, ഒത്തിരി സ്ത്രീകളുണ്ട് അങ്ങനെ.
കാരണം പുറത്തായാലും നാട്ടിലായാലും ഒക്കെ പോയി കിടന്ന് ജോലി ചെയ്ത് കാശെല്ലാം നാട്ടിലേക്ക് അയച്ച് ഒരു പൈസ പോലും സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാതെ വീടിന് വേണ്ടി മാത്രം ജീവിച്ച ഒത്തിരി സ്ത്രീകളുടെ കഥകൾ ഇതുപോലെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് എത്താറുണ്ട്. ഇവർ 56 വയസ്സായി, അവരവരുടെ മെനോപോസിലായി, ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഒരു കാലഘട്ടത്തിലായി. അപ്പോൾ അവർക്ക് രോഗങ്ങളായി, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും. പക്ഷെ അത് ഈ ഭർത്താവോ മക്കളോ മനസ്സിലാക്കുന്നില്ല. അതവിടെയാണ് ആ പ്രശ്നം. കാരണം അവരൊരു നല്ല വരുമാനമായിരുന്നു, വീടിന് നല്ല വരുമാനമായിരുന്നു. അത് തന്നെ ഇവരെ കുഴിമടിയന്മാരാക്കിയിട്ടുണ്ടാവും. കാരണം വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. എപ്പോൾ ചോദിച്ചാലും അമ്മ പൈസ കൊടുക്കുന്നുണ്ട്, അമ്മ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അവർ മടിയന്മാരായതിൻ്റെ ഒരു കാരണം അതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ സ്ത്രീയുടെ മനസ്സിലൊരു നല്ല കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നം ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചു വരുമ്പോൾ. കാരണം എന്നിലൂടെ ഈ കുടുംബം സമാധാനവും സന്തോഷവും അനുഭവിക്കണം എന്ന സ്വപ്നം. അതിനുവേണ്ടി വീട്ടിലെ ആ ബുദ്ധിമുട്ടുകൾ, ഭർത്താവ് ഒന്നും ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ എനിക്ക് കത്തി പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ ആ സ്ത്രീയോട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ആദ്യമേ ഭർത്താവിനോട് പറയേണ്ട ഒരു കാര്യമായിരുന്നു, നിങ്ങൾ ജോലി ചെയ്ത് കുടുംബം കൊണ്ടുപോകണം. കാരണം നമ്മുടെ കൾച്ചറിൽ കുടുംബനാഥനാണ് ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു സ്ത്രീയല്ല. എത്ര കാശ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും സ്ത്രീയെ ബ്രെഡ് വിന്നറായിട്ട് ഇവിടെ കാണാറില്ല, അവൾ എന്നൊക്കെ ചെയ്താലും. അതുകൊണ്ട് ആ സമയത്ത് ഇവർക്ക് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇയാളെ പുറത്തേക്ക് ഇറക്കി വിടാനോ സാധിക്കണമായിരുന്നു. അതവർ ചെയ്തില്ല. രണ്ടാമത് ഇവർ ചെയ്ത് എന്നാന്ന് ചോദിച്ചാൽ, ചെറിയ ജോലിയിൽ തുടങ്ങി വലിയ ജോലി കിട്ടാൻ വേണ്ടി കുത്തിയിരുന്ന് പഠിച്ചു, മിടുക്കിയായി. അപ്പോൾ എന്തുമാത്രം അവർ ഹാർഡ് വർക്ക് ചെയ്തു. ഇന്ന് ആ കുടുംബം അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, ഇന്ന് ആ കുടുംബം അനുഭവിക്കുന്നതെല്ലാം ആ സ്ത്രീയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ഇപ്പോൾ അവർക്ക് അംഗീകാരം കിട്ടാതെ പോകും. അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്നത്, കർമ്മം ചെയ്യുക, ഫലം തരുന്നത് ഈശ്വരനാണ്. ഇവർ ഫലം ഇച്ഛിക്കുന്നു, ഫലം ഇച്ഛിക്കണ്ട. നമ്മുടെ മക്കളാണ്, നമ്മുടെ കുടുംബമാണ്. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ചില കുഴപ്പങ്ങളുണ്ടാകാം. പഠിപ്പിച്ചപ്പോഴോ അവരെ വളർത്തിയപ്പോഴോ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവരെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. അതോർത്ത് ഇനി വിഷമിക്കാതിരിക്കുക. പിന്നെ ഇപ്പോഴത്തെ വിഷമം എന്ന് പറയുന്നത്, ഇനിയും കാശ് എവിടെ നിന്ന് ഉണ്ടാവാനാ? അപ്പോൾ അവർ റിട്ടയർ ചെയ്ത് കാണും, ആ റിട്ടയർമെൻറ്റിൻ്റെ കുറച്ച് പൈസ വല്ലോ കൈ കാണത്തുള്ളൂ. കൊടുക്കാതിരിക്കുക. ഇനി മക്കൾക്ക് പൈസ കൊടുക്കണം. ഇനി എൻ്റെ കയ്യിലില്ല, എൻ്റെ മരുന്നിന് പോലും എൻ്റെ കയ്യിൽ പൈസയില്ല. കാരണം വാർദ്ധക്യത്തിൽ മക്കളുടെ സംരക്ഷണയിൽ കഴിയേണ്ടവളാണ് അമ്മ. അപ്പം അതവരാഗ്രഹിക്കുന്നു. അതുകൊണ്ട് മക്കളെ അത് മനസ്സിലാക്കിയോളൂ. ഇതിന് ഏതെങ്കിലും മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാകണം, മാതാപിതാക്കൾ ഇതുപോലെ കുടുംബത്തിന് വേണ്ടി ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പെടുമ്പോൾ അവരുടെ വാർദ്ധക്യ കാലത്തിൽ അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം മക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ മക്കളെ സഹായിക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല, വേറൊരു വലിയ പ്രശ്നത്തിൻ്റെ തുടക്കമാണ്. കാരണം ഈ 56 വയസ്സിനുള്ളിൽ എനിക്ക് തോന്നുന്നു അവർ 40 വർഷത്തോളം അല്ലെങ്കിൽ അതിനുപരിയായി അധ്വാനിച്ച സ്ത്രീയല്ലേ. ആ അധ്വാനിച്ച സ്ത്രീയെ ഇനിയും അവരുടെ ബാക്കിയുള്ള കാലം എന്ന് പറയുന്ന വാർദ്ധക്യത്തിൽ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയം, തമ്പുരാന് വേണ്ടി ചെലവഴിക്കേണ്ട സമയം. അപ്പോൾ അസുഖങ്ങളാണല്ലോ എന്നോർത്തിരിക്കാതെ എല്ലാ ദിവസവും അവർക്ക് എഴുന്നേറ്റ് രാവിലെ പള്ളിയിൽ പോവാം. അല്ലെങ്കിൽ സ്പിരിച്വൽ സംഘടനകളുണ്ട്, വിൻസെന്റ് ഡിപ്പോളോ അല്ലെങ്കിൽ അങ്ങനെ മാതാക്കൾക്ക് വേണ്ടിയുള്ളതോ ആയ ഏതെങ്കിലും സംഘടനകൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഇവർക്കിവിടെ പാലിയേറ്റീവ് കെയർ ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങൾ വേറെയുണ്ട്, സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ എവിടെയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം പോയി അവിടുത്തെ ആളുകളുമായിട്ടൊന്ന് വെച്ച് അവർക്കുള്ള കറിക്കുള്ളതൊന്ന് അരിഞ്ഞു കൊടുത്തു, അല്ലെ അവരെ ഒന്ന് കുളിപ്പിക്കാൻ സഹായിച്ചു, മുടിയൊന്ന് ചെയ്യാൻ സഹായിച്ചു, ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. ബാക്കി ദിവസങ്ങളിൽ വീട്ടിലുള്ളായിരിക്കുന്ന സമയത്ത് തന്നെ വായിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ ആയിട്ട് സമയം മാറ്റി വയ്ക്കുക. അപ്പോൾ ആ നിരാശ അങ്ങ് മാറും. ഇവർ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യുകയാണ്, എന്നെ ഇപ്പോൾ ആരും സ്നേഹിക്കുന്നില്ല. മറ്റവർക്ക് നേരെയില്ലായിരുന്നു ഇതൊന്നും ചിന്തിക്കാൻ. അവരെല്ലാവരും സ്നേഹിക്കുമായിരുന്നു, അവർക്ക് ആ സമയത്ത് സ്നേഹം വേണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് സ്നേഹം വേണമെന്ന് തോന്നുക, അപ്പോൾ ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നലങ്ങ് വളർന്നിരിക്കുക. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക മക്കളിൽ നിന്ന്. നമ്മൾ സ്വയം സ്നേഹിക്കുക. ഇനിയുള്ള ശിഷ്ടകാലം നമുക്കറിയില്ല, ദൈവം തന്നിരിക്കുന്നത് 56 ആയിട്ടുള്ളൂ, അത് 76 അത് 86 എന്നറിയില്ല. ബാക്കിയുള്ള സമയത്ത് നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ആത്മഹത്യ ചെയ്താൽ ആത്മാവ് പോകുന്നു. കുടുംബത്തിന് ഇത്രയും നാളും നമ്മൾ
കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ട് വെച്ച ആ സൽപ്പേരൊരു സാധനമുണ്ട്. മക്കൾക്ക് ഒരു പാര പണിതിട്ട് പോകുന്ന പോലെയാണ്. പിന്നെ അതെ അതെ, അതൊരിക്കലും അവർ ചിന്തിക്കുക പോലും വേണ്ട. അത്രയും വിഷമിക്കേണ്ട കാര്യങ്ങൾ അവർക്കില്ല. കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒട്ടും കഷ്ടപ്പെടാതെ കുഴിമടിയന്മാരായിട്ടുള്ള യൂത്തിനോട് എന്താണ് കരൺ പറയാനുള്ളത്? ഒത്തിരി പേരെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉള്ള യുവജനങ്ങളെ കാണാൻ സാധിക്കും. അവർ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നില്ലെന്നല്ലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവരിപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിലാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യങ്ങളിലും ഒന്നിനും വേണ്ടത്ര ശ്രദ്ധ പതിക്കുന്നില്ല. എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾ ഈ കുടുംബത്തെ ഇത്തരണത്തിൽ ആക്കി തീർത്തതെന്ന് തിരിച്ചറിയാത്ത ഒത്തിരി മാതാപിതാക്കളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കൾ എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലർക്ക് വലിയ കോളേജിൽ പഠിക്കണം, പക്ഷേ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ തിരിച്ചറിയാത്ത യുവജനങ്ങളാണ് ഏറ്റവും അധികം കാലഘട്ടത്തിലുള്ളത്. അപ്പം അവർ തിരിച്ചറിയേണ്ടത് ഒന്ന് മനസ്സിലാക്കുക, എങ്ങനെയായിരുന്നു എൻ്റെ മാതാപിതാക്കൾ വളർന്നു വന്ന സാഹചര്യം, അവരെങ്ങനെയാണ് ഇന്ന് ഈ നിലയിലായിത്തീർന്നതെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാനും അങ്ങനെ അധ്വാനിക്കാനും കഷ്ടപ്പെടാനും ഈ വെറുതെ പണം ദുർച്ചെലവ് നടത്തി വെറുതെ നശിപ്പിച്ച് കളയാതിരിക്കാനുള്ള ശ്രദ്ധയും നല്ലൊരു ഭാവി നല്ലൊരു കരിയർ വേണം, എൻ്റെ കുടുംബത്തെയും ഇങ്ങനെ ആക്കി തീർക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായി തീർന്നില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ വലിയ ചെറുപ്രായത്തിൽ പോലും അല്ലേ വിപരീത അവസ്ഥ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അതായത് പ്രായമായ മാതാപിതാക്കൾ അവർക്ക് പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. അപ്പം എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട്, ഇപ്പോൾ കേറ്ററിംഗ് സർവീസിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പോയിക്കൊണ്ട്, അല്ലെങ്കിൽ പത്രം കൊടുക്കൽ, പല ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തെയും നോക്കി സ്വയം പഠിക്കുകയും ചെയ്യുന്ന എത്രയോ യുവജനങ്ങളെ നമ്മൾ കാണുന്നു. ഒത്തിരി പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതെ അതെ, പക്ഷെ എന്നാൽ അങ്ങനെയുള്ള ഒത്തിരി പേരുള്ളതാണ് ഇപ്പോൾ സമൂഹം പിടിച്ചു നിൽക്കുന്നത് പറയാം നമുക്ക് തന്നെ. പക്ഷെ ഒന്നും ചെയ്യാതെ കുടുംബത്തിൽ വേദനയായി കഴിയുന്ന യുവജനങ്ങളും വളരെയധികം ഉണ്ടെന്നുള്ളത്. അതെ, അപ്പോൾ അവരിൽ നിന്നൊരു വ്യത്യാസം നാളത്തെ സമൂഹത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ മൊത്തത്തിലൊരു ഉന്നമനം എന്ന് ഇനിയെങ്കിലും ഇവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വേദന ഒരുപക്ഷെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ ഈസി മണി വരുന്നുണ്ടെന്ന് ഈ പിള്ളേരുടെ കയ്യിൽ. അതെ, അത് അവർ ആദ്യമേ തൊട്ടേ ശീലിച്ചു പോയി. ചെറുപ്പം അധ്വാനിക്കാതെ കയ്യിലും പൈസ വരും. അധ്വാനിച്ച് കിട്ടുന്ന പണം ഒരു ചില മാതാപിതാക്കൾ പറയുന്നു, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ഈ പണം തരുന്നതെന്ന് കുട്ടികളോട് പറയാതിരിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തീരുന്നുണ്ട്. ഇതിപ്പോ അമ്മ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ, അത് ബോധമുള്ള മക്കൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പനും മടിയനാ, അപ്പനും കൃത്യമായി ജോലിയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ മക്കൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പൊ അമ്മ ഇന്ന് രോഗിയായി, അമ്മയ്ക്ക് ഇന്ന് വയ്യാതായി, അവർക്ക് സ്നേഹവും കരുതലും വേണം. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും പണിക്ക് ഇറങ്ങിപ്പോകാം, എന്തെങ്കിലും പണി സ്ഥിരമായ ഒരു പണിക്ക് ഇറങ്ങിപ്പോകാം. അപ്പൊ ചിലപ്പോൾ ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമായിരിക്കും. അമ്മ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ അവിടെ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അത് ചെറിയ പണി ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ പണി ചെയ്യാൻ പറ്റുന്നവർക്കൊന്നും വലിയ പാടില്ല. അവരേതെങ്കിലും കടയിൽ സെയിൽസ്മാനായോ മറ്റേതായോ ഡ്രൈവറായിട്ടോ ഒക്കെ ചെയ്യും. ഇതിപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അത് പറ്റത്തില്ല പിള്ളേർക്ക്. അവിടെ ഒരു പ്രശ്നമാണിത്. അത് അമ്മ ചെയ്ത് വെച്ചതിൻ്റെ ഒരു കുഴപ്പം അത് കേട്ടോ. അപ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ടോ, ഞാൻ അധ്വാനിച്ചു, ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി, അത് സമാധാനം അവർക്ക് തരുന്ന ഒരു കാര്യമാവണം. പക്ഷേ മക്കള് ഇങ്ങനെ ആയിപ്പോയതിൻ്റെ ഒരു കാരണം ഈ അമ്മയാണ്. അപ്പൊ ഇനി ആ സോഴ്സ് അങ്ങ് അടച്ചാൽ മതി. ആ സോഴ്സ് അവരങ്ങ് അടച്ചു കഴിയുമ്പോൾ അവർ തന്നെ അധ്വാനിക്കട്ടെ, അവരെന്തെങ്കിലും വഴി കണ്ടെത്തട്ടെ. തീർച്ചയായിട്ടും അത് കണ്ടെത്താൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക, അല്ലാതെ ഇതിന് ആത്മഹത്യ ഒരു പരിഹാരമൊന്നുമല്ല. ഉപാധികളില്ലാത്ത സ്നേഹത്താൽ സമ്പന്നമായിരിക്കണം കുടുംബജീവിതം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും കാണാം നമുക്ക് മറ്റു ചില കത്തുകളുമായി അടുത്ത എപ്പിസോഡ്. അതുവരേക്കും നന്ദി.